ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാ തയ്യാറാക്കിയല്ലോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹോൾ ഹെൽത്തി മീലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് ഹോൾസും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബ്രൗൺ ബ്രെഡാണ്. ഞാൻ ഇവിടെ 8 സ്ലൈസ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഡ്രൈ ടോസ്റ്റ് വേണം ചെയ്യാനായിട്ട്. ഇതിൽ ഗീയോ അല്ലെങ്കിൽ ഓയിലോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് 8 സ്ലൈസസ് ഒന്ന് നന്നായിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡിൻ്റെ സ്ലൈസസിനെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സൈസിൽ എല്ലാ ബ്രെഡും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ ഒന്ന് ചെറുതാക്കരുത്. ഏകദേശം ഈ ഒരു സൈസിൽ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഉപ്മ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. അതോടൊപ്പം 1/2 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക. നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്നൊന്ന് നമുക്ക് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് ഒന്ന് ടൊമാറ്റോയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ വെജിറ്റബിൾസും ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ബ്രെഡ് പീസസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. യോഗ, ന്യൂട്രീഷൻ, ഡയറ്റ് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഇഷ്ടമാണെങ്കിൽ ഹോൾസം ടോക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇൻഫോ കാർഡിലും കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മതി. പുളിപ്പ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതങ്ങ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ബ്രൗൺ ബ്രെഡ് ഉപ്മ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ പെയിങ് ഗസ്റ്റായിട്ടൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ 2 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 290 കാലറീസാണ് ഇതിൽ വരുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെയും മെയിലിലൂടെയും അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഹെൽത്തി റെസിപ്പീസിനായി കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായി കാണാം. ടേക്ക് കെയർ, ബൈ.